ഇത്തവണ എന്തായാലും ജനങ്ങൾ മാറി ചിന്തിക്കുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും മാറി ചിന്തിക്കും. അതിന് കാരണം അത്രയേറെ ഞാൻ ഓരോ വിഭാഗത്തെടുത്ത് പറയുമ്പോൾ ഇപ്പം ലഹരിയിൽ പെടുന്ന കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ, ക്രിമിനലൈസ് ചെയ്യപ്പെടുന്ന ഒരു യങ് ജനറേഷനെ പറ്റി നമ്മൾ പറയുമ്പം, ഇപ്പം ജോലി, ഇപ്പോൾ കോളേജുകളിലടക്കം നിയമന നിരോധനം നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാ മേഖലകളിലും നമ്മൾ തൊഴിലിൻ്റെ കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ ഇപ്പം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ എല്ലാ വിഷയങ്ങളും എടുത്ത് പഠിക്കും. അപ്പം അത് സഹകരണ മേഖലയിൽ ഇപ്പോൾ കരുവന്നൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പാണ് സഹകരണ മേഖലയിൽ. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർത്ത ഒരു തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ സഹകരണ മേഖലയോട്ട്, ആരോഗ്യരംഗത്തെ പറ്റി കഴിഞ്ഞ ഒരു മാസത്തെ കണക്ക് മാത്രം മെഡിക്കൽ അനാസ്ഥ കൊണ്ട് മരിച്ചു പോകുന്ന എത്രയോ ആളുകൾ. പാലക്കാട്, നിങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു, അവിടെയുള്ള ശിവപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി കൈ ഒന്ന് വീണിട്ട് മുറിവ് പറ്റി ആശുപത്രിയിലേക്ക് പോയതാ. കൈ മുറിച്ചു കളഞ്ഞാണ് വീട്ടിലേക്ക് വരുന്നത്. നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു പെൺകുട്ടി 9 വയസ്സുകാരി ഒരു ജീവിതം മുഴുവൻ കൈയില്ലാത്തവളായി ജീവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സംവിധാനത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് എത്രത്തോളം മോശപ്പെട്ടതാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുകയാണ്.